വെസ്റ്റ് ബംഗാളിൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ മമതാ ബാനർജിയുടെ പാർട്ടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മമത പുറത്താക്കപ്പെടുമോ എന്നൊക്കെയുള്ള നിരവധി വാർത്തകൾ നിങ്ങൾ ഇതിനകം തന്നെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആ കേട്ട വാർത്തകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെയല്ല എനിക്കിവിടെ പറയാനുള്ളത്. തീർത്തും വ്യത്യസ്തമായ, നിങ്ങളോട് ഇതുവരെ ഒരു മലയാളത്തിലുള്ള ചാനലുകളും പറയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയോ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിലേക്ക് സുവേന്ദു അധികാരി വന്ന സമയത്ത് തന്നെ സുവേന്ദു അധികാരി അന്ന് നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന എന്ന് പറയുന്നത് കേവലം കൃത്യം ഒരു മാസത്തിനകം ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ തകർക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു മാസത്തിനകം തൃണമൂൽ കോൺഗ്രസിനെ തകർക്കും അല്ലെങ്കിൽ തകരും എന്നൊക്കെ അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. യഥാർത്ഥത്തിൽ BJP ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ തകർക്കാൻ, അവരെ ഇല്ലാതാക്കാനൊക്കെ തന്നെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിരുന്നു, പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള രേഖകളും ഡീറ്റെയിൽസുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി അവിടെ നിലനിൽക്കണം എന്നുള്ളത്, നിലനിന്നാലും കുഴപ്പമില്ല, പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഒറ്റക്ക് നിൽക്കണം, അല്ലാതെ മമതാ ബാനർജി ഇല്ലാതെ നിൽക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഞാനൊക്കെ ഒരു ലോകകപ്പ് കാണുമ്പോൾ 1987 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോകകപ്പ് കാണുന്നത്. അത് വെസ്റ്റ് ജർമ്മനിയും അർജൻറ്റീനയുമായിട്ടുള്ള ഒരു ലോകകപ്പാണ്. അന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഫുട്ബോളിൻ്റെ ഇതിഹാസമായിട്ടുള്ള മറഡോണയാണ് ആ ലോകകപ്പ് നേടിക്കൊടുക്കാൻ സഹായിക്കുന്നത്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്പോർട്സ് സ്റ്റാറിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വെസ്റ്റ് ജർമ്മനിയുടെ കോച്ച് വളരെ കൃത്യമായി അവരോട് പറഞ്ഞത്, ആ അർജൻറ്റീനയുടെ ഏറ്റവും പ്രമുഖ കളിക്കാരനായിട്ടുള്ള ഡീഗോ അമറാൻഡോ മറഡോണയെ 4 പേര് മാർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തണം. നിങ്ങൾ ഒരു കാരണവശാലും അദ്ദേഹത്തെ കളിക്കാൻ അനുവദിക്കരുത്, അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് ബോളെത്താൻ അനുവദിക്കരുത്. ചവിട്ടിയോ കുത്തിയോ ഇനി ഏതെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചോ പോലും നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ പോലും കുഴപ്പമില്ല, പക്ഷേ മൈനസ് മറഡോണ ഈ അർജൻറ്റീന ജയിക്കില്ല, നമ്മൾ ജയിക്കുമെന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ള ഫുട്ബോൾ മാച്ചുകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫുട്ബോൾ മാച്ചായിരുന്നു അത്. കാരണം അർജൻറ്റീന 2 ഗോളുകൾ അടിച്ച് മുമ്പിൽ നിൽക്കുമ്പോൾ ലോതർ മത്തേവസിൻ്റെയൊക്കെ വെസ്റ്റ് ജർമ്മനിയുടെ ടീം വന്നിട്ട് തിരിച്ച് 2 ഗോളുകൾ അടിക്കുകയും ഏറ്റവും ഒടുവിൽ മൂന്നാമത് ആര് ഗോൾ അടിക്കുമെന്നുള്ള ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നമ്മൾ നിർത്തുകയും, അത് ഏറ്റവും അവസാനത്തെ ഗോൾ പോലും കാരണക്കാരനായി മാറിയത് ഡീഗോ അമറാൻഡോ മറഡോണയാണ്. അദ്ദേഹം കൊടുക്കുന്ന പാസിലൂടെയാണ് ലാസ്റ്റത്തെ ഗോൾ അടിക്കുന്നത്. അപ്പോൾ ആ റീഡിങ്ങുകളൊക്കെ എത്ര കൃത്യമായിരുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം മൈനസ് മറഡോണ നിങ്ങൾ ഉറപ്പായിട്ട് ജയിക്കും, പക്ഷേ മറഡോണ ഉണ്ടെങ്കിൽ ജയം അസാധ്യമാണ് എന്നുള്ളതാണ് അന്ന് വെസ്റ്റ് ജർമ്മനിയുടെയൊക്കെ കോച്ചടക്കം അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ ഇവിടെ മമതാ ബാനർജി ഇല്ലാത്തൊരു TMCയെ നമുക്ക് നേരിടാൻ പറ്റും, പക്ഷേ മമതാ ബാനർജി ഉള്ളൊരു TMC നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മമതാ ബാനർജി ഇല്ലാത്തൊരു TMC വേണം എന്നുള്ളത് അവർ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ആ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചരിത്രവും അതുപോലെ കൃത്യമായിട്ട് അതിനകത്തുള്ള അസംതൃപ്തികളെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ BJP തയ്യാറായിരുന്നു. പഠിക്കാൻ BJPക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം 5 കൊല്ലം മുമ്പ് തൃണമൂൽ കോൺഗ്രസ് വിട്ട് അവരുടെ ഒപ്പം വന്നിട്ടുള്ള സുവേന്ദു അധികാരി അവരുടെ ഒപ്പം ഉള്ളപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാമായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഈ പറയുന്ന ഒരു അഭിഷേക് ബാനർജിയുമായിട്ടുള്ള ഉടക്കും പ്രശ്നങ്ങളും ഒക്കെ തന്നെ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല, അത് 2011 തൃണമൂൽ കോൺഗ്രസിനകത്ത് ഒരു ചെറിയ ഭിന്നിപ്പുകൾക്ക് തുടക്കമിടുന്നത്. പക്ഷേ അധികാരം നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ടും പോലീസ് ഉള്ളതുകൊണ്ടും വലിയ സന്നാഹങ്ങളുള്ളതുകൊണ്ടും അതൊന്നും പുറത്തേക്ക് അറിയാതെ പോയി. പക്ഷേ നിങ്ങൾ ഒരു പരാജയം സംഭവിക്കുമ്പോഴാണ് ഇതെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ 2011 അഭിഷേക് ബാനർജിയെ നമ്മുടെ മമതാ ബാനർജി അവർ ലോഞ്ച് ചെയ്യുന്നത് അന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അന്നവിടെ ഒരു പുതിയ സംഘടന ഉണ്ടാക്കുന്നുണ്ട് മമതാ ബാനർജി. നിലവിലുള്ള സംഘടനകൾക്കൊക്കെ പല ഭാരവാഹികളും ഉള്ളതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഒരു പുതിയ സംഘടന ഉണ്ടാക്കുന്നു. അത് സ്റ്റുഡൻസ് വിങ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേര് തൃണമൂൽ യുവ എന്നുള്ളതാണ്. അപ്പോൾ ഈ തൃണമൂൽ യുവ എന്നുള്ള ഒരു സംഘടനയുടെ തന്നെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ ആ സമയത്ത്. കാരണം അവിടെ അവർക്ക് തൃണമൂൽ കോൺഗ്രസിന് ഓൾറെഡി ഒരു സ്റ്റുഡൻറ്റ് വിങ് ഉണ്ട്. അതിൻ്റെ പേര് ഛാത്ര പരിഷത്ത് എന്നാണ്. ആ ഛാത്ര പരിഷത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നത്, അവിടുത്തെ ലീഡറായിരുന്നത് നമുക്ക് ഇന്ന് അവിടെ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരിയാണ്. അപ്പോൾ സുവേന്ദു അധികാരി വരുമ്പോൾ അവിടെ തന്നെ തൃണമൂൽ യുവ എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന ഉണ്ടാക്കുകയും അഭിഷേക് ബാനർജി അതിൻ്റെ തലപ്പത്തേക്ക് വരികയും ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട്
മമതാ ബാനർജി ചെയ്യുന്നൊരു കാര്യം 2014 ഈ ഛാത്ര പരിഷത്തും അതുപോലെ തന്നെ തൃണമൂൽ യുവ എന്ന് പറയുന്ന രണ്ട് സംഘടനകളെയും കൂടി ഒരുമിച്ചാക്കുകയും അതിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനത്ത് നിന്ന് നമുക്ക് സുവേന്ദു അധികാരിയെ പുറത്താക്കുകയും സുവേന്ദു അധികാരിയെ മാറ്റുകയും ആ സ്ഥാനത്തേക്ക് അഭിഷേക് ബാനർജി വരികയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നത് മുതൽ തുടങ്ങുന്ന ഒരു അഭിപ്രായ ഐക്യമില്ലായ്മയും അഭിപ്രായ വ്യത്യാസവും ഒക്കെ തന്നെ അന്ന് മുതലേ ഉണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അതിനുശേഷമാണ് നിരവധി നേതാക്കൾ അവിടെ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ വിട്ടുപോകുന്ന ആളുകൾ ഓരോരുത്തരും ഈ അഭിഷേക് ബാനർജിയെ കുഴപ്പങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ സുവേന്ദു അധികാരി വിട്ടുപോയപ്പോഴും സുവേന്ദു അധികാരി റെഫർ ചെയ്തിട്ടുള്ളത് അഭിഷേകുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയിൽ അഭിഷേകിൻ്റെ സ്ഥാനവും ഒക്കെ ഉയർന്നുകൊണ്ടിരുന്നു. അദ്ദേഹം ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായി മാറി എന്നുള്ളതുമൊക്കെ തന്നെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഈ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഈ BJP ഇത്തരത്തിലുള്ളൊരു പ്ലാനും പദ്ധതിയുമായിട്ട് വരുന്നത്. കാരണം അധികാരം കിട്ടിയാൽ പോലും അവിടെ വീണ്ടും അത് നിലനിർത്തണമെങ്കിൽ, പിടിച്ചു നിർത്തണമെങ്കിൽ മമത ഇല്ലാത്ത ഒരു TMC ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മമതയെ പിളർത്തിക്കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അങ്ങനെ സാധ്യമാകൂ എന്ന് വിചാരിച്ചപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരാളെന്ന് പറയുന്നത് സുബ്രതോ ബാനർജി എന്ന് പറയുന്ന ഒരാളെയാണ്. ഈ സുബ്രതോ ബാനർജിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ CPM കാരനായിരുന്നു, SFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇപ്പം രാജ്യസഭാ മെമ്പറായിട്ടുള്ള ശിവദാസൻ, മലയാളിയായിട്ടുള്ള ശിവദാസൻ, അദ്ദേഹവുമൊക്കെ നേതൃതലത്തിലുണ്ടായിരുന്നപ്പോഴാണ് ഇദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ളത്. ആ അഖിലേന്ത്യാ സെക്രട്ടറി ആവുകയും ഇദ്ദേഹം യഥാർത്ഥത്തിൽ അന്ന് ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ വളരെ അടുത്ത അനുയായിയായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഓൾ ഇന്ത്യ ലെവലിൽ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കിയ SFIയുടെ, പിന്നീട് അദ്ദേഹത്തെ 33-ാമത്തെ വയസ്സിൽ തന്നെ രാജ്യസഭ മെമ്പറാക്കുന്നുണ്ട് നമ്മുടെ ബുദ്ധദേവ് ഭട്ടാചാര്യനെ. അങ്ങനെ രാജ്യസഭ മെമ്പറാക്കി അദ്ദേഹം പോയതിന് ശേഷം എൻ്റെ ഓർമ്മയിലിനടുത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് ഇത് ആർഭാടമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ ഉന്നയിക്കപ്പെടാൻ കാരണമെന്ന് പറയുന്നത് മോൺബ്ലാങ്കിൻ്റെ പെൻ, അതൊരു 30,000 രൂപയ്ക്ക് വിലയുള്ള പെന്നാണ്. അന്ന് തന്നെ 25,000-30,000 രൂപ വിലയുള്ള പെന്നാണ്. ആ മോൺബ്ലാങ്കിൻ്റെ പെൻ ഉപയോഗിക്കുകയും ഐപാഡ് ഉപയോഗിക്കുകയും ഐഫോൺ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ലക്ഷറി ആയിട്ടുള്ള ഏറ്റവും വലിയ ആർഭാടകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചത് എന്ന് പറയുന്ന ആരോപണം ഇദ്ദേഹത്തിനെതിരുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ഋതപ്രതാപ് ബാനർജി. അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് മറന്നുപോയത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പാർട്ടിയുമായിട്ട് അകലുകയും പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും പിന്നീട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. മമതാ ബാനർജിയും കണ്ടിരുന്നു, ദീദിയൊക്കെ കണ്ടു. അപ്പോൾ ദീദി അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുത്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സന്ദർഭത്തിൽ തന്നെ പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ മഹുവ മൊയ്ത്ര ഒരു മാധ്യമത്തിന് കൊടുത്തേക്കണ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ മഹുവ മൊയ്ത്ര പറയുന്നത് ഈ ഋതപ്രതാപ് ബാനർജി ഒന്നും പാർട്ടിയല്ല, അവരൊക്കെ CPMൽ നിന്ന് വന്നതാണ്, അവരോട് ക്ഷമിച്ചത് തന്നെ മമത ചെയ്ത് തെറ്റായിപ്പോയി. മമതാ ദീദി എപ്പോഴും അങ്ങനെയാണ്, ആളുകളോടൊക്കെ ക്ഷമിക്കുമായിരുന്നു, അങ്ങനെ ക്ഷമിച്ചെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടാതെ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് MLA-മാരുടെ മുഖത്തുള്ളത്. അതിൽ 1-2 MLA-മാരുടെ പേരടക്കം അതിനകത്ത് പറയുന്നുണ്ട്. ആ പേരിൽ അവർ പറയുന്നത് ഒരു MLA-യുടെ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന കേസുകളുണ്ട്, അറസ്റ്റുകളുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ സുബ്രത ബാനർജിയെ പിന്തുണക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് മറ്റൊരാളോട് അയാളുടെ മകനെ അറസ്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ പിന്തുണക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സകല സാധ്യതകൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് 58 പേരുടെ പിന്തുണയാണ് ഋതപ്രതാപ് ബാനർജിക്ക് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്നത് ഏറ്റവും ഒടുവിലത്തെ മീറ്റിങ്ങിൽ 30 പേര് മാത്രമേ അദ്ദേഹത്തോടൊപ്പം വന്നിട്ടുള്ളൂ. ആ വന്നിട്ടുള്ളവരിൽ തന്നെ 16 പേര് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് മമതാ ബാനർജിയെ ചെയർമാനാക്കാമെങ്കിൽ മാത്രമേ ഞങ്ങൾ കൂടെ നിൽക്കൂ, അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണത്തെ ഇവരുടെ മീറ്റിങ്ങിൽ തീരുമാനിച്ചത് വെറും ഉപദേശക ആയിട്ട് മമതാ ബാനർജിയെ വെക്കാമെന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മമതാ ബാനർജിക്ക് ഇപ്പോഴും വലിയ തോതിലുള്ള കരുത്ത് ബംഗാളിലുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുള്ള തോന്നലിൽ നിന്നാണ്. അതിൻ്റെ കാരണം ബംഗാളിൽ മമതാ ബാനർജി തോറ്റു എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും 40.8%, അതായത് 41% ഏതാണ്ട് വോട്ടുകൾ ഇപ്പോഴും മമതാ ബാനർജിക്കും TMCക്കും കിട്ടിയതാണ്. 5% വ്യത്യാസമേ ഉള്ളൂ. 4-5% കൂടുതലാണ് BJPക്ക് കിട്ടിയത് എന്നുള്ളത് മറന്നുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടിയിട്ടും കാര്യമില്ല കേട്ടോ. ബംഗാളിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കിയാൽ 30% വോട്ടുകൾ കഴിഞ്ഞ CPMനുണ്ടായിരുന്നു 2011. പക്ഷേ CPM വളരെ പെട്ടെന്ന് തകർന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്, ഇടതുപക്ഷം മൊത്തത്തിൽ തന്നെ. അത് അന്നും നമുക്കറിയാം മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവിടെ വോട്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ തന്നെ തകർന്നു പോകാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബംഗാളിൻ്റെ ചരിത്രം അതാണ്. നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി ഇല്ലാതാക്കുക എന്നുള്ളത് കൂടി അതിനർത്ഥമുണ്ട്.
പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 40% വോട്ടുകൾ, 41% വോട്ടുകൾ മമതാ ബാനർജിക്കും LDF, CPM-നും അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനും ഒക്കെ കൂടി 9% വോട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 50% വോട്ടുകൾ അപ്പോഴും പ്രതിപക്ഷത്തുണ്ട് എന്ന് ചുരുക്കം. 45% വോട്ടുകളിലേക്ക് എത്താനേ സുവേന്ദു അധികാരിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ കഥ എത്തി നിൽക്കുന്നത്. ഇനി ഇത് എന്താകും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുവേന്ദു അധികാരി ഒരു മാസം മുമ്പേ ഇത് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1 മാസത്തിനകം TMC തകരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. മമതാ ബാനർജിയും ഒക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന ഒരു കാര്യം, ഏതാണ്ട് 20ഓളം വരുന്ന MLA-മാർ മാത്രമേ മമതാ ബാനർജിയുടെ ഒപ്പമുള്ളൂ. 22 MLA-മാർ മാത്രമേ ഉള്ളൂ. 58 പേരും മമതാ ബാനർജിയെ പിന്തുണക്കുന്നവരാണ്. പക്ഷെ അവരിൽ പോലും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ 6 MP-മാർ മാത്രമേ ഇവരുടെ കൂടെയുള്ളൂ 28 MP-മാരിൽ. അതായത് അതിലും വലിയ സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസും അതുപോലെ പുല്ലും പൂവും പോലെയുള്ള അടയാളങ്ങളുമൊക്കെ ഈ ഋതുപ്രത ബാനർജിക്കൊക്കെ തന്നെ കിട്ടുമെന്നാണ്. പക്ഷെ അതിൽ പോലും മഹുവ മൊയ്ത്ര വളരെ ആവേശത്തോട് പറയുന്നൊരു കാര്യം, കോൺഗ്രസിൽ നിന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി വന്ന് ഒരു സാധാരണ ചെരുപ്പുമിട്ട് സാധാരണ സാരിയും എടുത്തുകൊണ്ട് വെറുതെ പേപ്പറിൽ ഈ പറയുന്ന പോലെ ഒരു ചിഹ്നം എഴുതി പടം വരച്ചു കൊടുത്തിട്ടാണ് ചിഹ്നം ഉണ്ടാക്കിയത്. അങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിച്ചതാണ് പാർട്ടിയുടെ പേരും. അതുകൊണ്ട് പാർട്ടിയുടെ പേരും ചിഹ്നവും ഒക്കെ നഷ്ടപ്പെട്ടാലും ബംഗാളിലെ ജനതയ്ക്ക് ദീദിയെ അറിയാം. അതുകൊണ്ട് തന്നെ ദീദിയോടൊപ്പം അവർ നിൽക്കും. അതുകൊണ്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, പോകുന്നവരൊക്കെ പോയിക്കോട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഒരു MP-യെക്കുറിച്ച് കൂടി അവർ പറയുന്നുണ്ട്. ഒരു MP പറയുന്നു, ഒരു ലേഡി ആയിട്ടുള്ള വനിതാ MP പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും മഹുവ മൊയ്ത്ര പറയുന്നത് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോ എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒപ്പം ജനങ്ങളുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മമതാ ബാനർജിയും ഡെറിക് ഒബ്രൈനും അതുപോലെ തന്നെ മഹുവ മൊയ്ത്രയും ഒക്കെ വാശിയോടുകൂടി പോരാടാൻ അവിടെ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഒരു തോൽവി സമ്മതിക്കാൻ അവർ തയ്യാറല്ല. പക്ഷേ കടുത്ത സമ്മർദ്ദം എല്ലാവരുടെ പക്കലുമുണ്ട്. കാരണം അഭിഷേക് ബാനർജിക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഋതുപ്രത ബാനർജിക്കെതിരെ തന്നെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ കൊടുത്തിട്ടുള്ള കേസ് അവിടെ നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെയുള്ള MLA-മാർക്കെതിരെയൊക്കെ തന്നെ വലിയ അഴിമതി കേസുകളും വലിയ നിരവധി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവരാരും അഴിമതി മുക്തരായിട്ടുള്ള ആളുകളൊന്നുമല്ല. അതുകൊണ്ട് എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സകല വഴികളിലൂടെയും BJP ഈ പദ്ധതി അവരെ പൊളിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ കയ്യിലൊക്കെ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ നാരദയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയപ്പോൾ 14ഓളം മന്ത്രിമാരാണ് കാശ് കൊടുക്കുന്നത് കൃത്യമായിട്ട് എടുത്ത് പോക്കറ്റിൽ വെക്കുന്നതൊക്കെ പിടിക്കപ്പെട്ടത്. അത്തരത്തിൽ പിടിക്കപ്പെട്ട അന്ന് ക്യാമറയിൽ പിടിക്കപ്പെട്ട ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഈ അഴിമതിക്കാർ കൂട്ടത്തിലുള്ളതിൽ ആരാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ഇവരുടെ എല്ലാവരുടെയും ഹിസ്റ്ററി ഓരോ കേസ് ബൈ കേസ് എടുത്തുകൊണ്ട് അതിലെങ്ങനെയൊക്കെ ഇവരെ പൂട്ടാം, എങ്ങനെയൊക്കെ സമ്മർദ്ദത്തിലാക്കാമെന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടത്, സ്റ്റേറ്റ് ഗവൺമെൻറ് അന്വേഷിക്കേണ്ടത്, പോലീസ് അന്വേഷിക്കേണ്ടത്. ആ പോലീസ് അന്വേഷിക്കുന്നതിൽ മഹുവ മൊയ്ത്ര പറയുന്നത് ഇപ്പുറത്തേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്കൊരു പേരിനുള്ള പ്രതിപക്ഷമായി നിൽക്കാമെന്നാണ്. ഇനി ഇതുകൊണ്ട് എന്താണ് BJPയുടെ ഗുണമെന്ന് ചോദിച്ചാൽ, BJPക്കുള്ള ഗുണമെന്ന് പറയുന്നത് അവിടെ പ്രതിപക്ഷം ഉണ്ടാവും, എന്നാൽ ആ സ്പേസിൽ മമതാ ബാനർജി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് ഈ ഇങ്ങനൊരു പ്രതിപക്ഷം അവിടെ നിലവിലില്ലെങ്കിൽ അവരാരും തന്നെ ഇതിൽ മഹാഭൂരിപക്ഷം MLA-മാരും മുർഷിദാബാദ്, മാൾഡ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്. അവരൊക്കെ മുസ്ലിം MLA-മാർ കൂടിയാണ്, സമുദായത്തിൽ നിന്നുള്ളവരാണ്. അവർ BJPയിലേക്ക് ചേരുക എന്നുള്ളതൊക്കെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി അവിടെ നിർത്തിയില്ലെങ്കിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് അവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പാർട്ടിയോ അതല്ലെങ്കിൽ CPM ഒക്കെ വേണമെങ്കിൽ ശക്തിപ്പെട്ടേക്കാമെന്ന് പറയുന്ന തോന്നൽ അവിടെയുണ്ട്. മാധ്യമങ്ങളൊക്കെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും CPM ഒക്കെ തന്നെ കൽക്കട്ടയിൽ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല പരിപാടികളുമായി ബന്ധപ്പെട്ട്. അവരെ ആളുകൾ പതുക്കെ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് വോട്ടാക്കി മാറ്റാൻ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരാളെ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളൂ CPM-ൽ നിന്ന്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനുമുമ്പ് നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു തരത്തിലും അഴിമതിയില്ലാത്ത ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, പാർട്ടിക്ക് അധികാരമില്ലാത്ത, തല്ല് മാത്രം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ചേർന്ന് നിൽക്കുന്ന ഐഡിയോളജിക്കൽ ബേസുള്ള വലിയൊരു പറ്റം ചെറുപ്പക്കാരെത്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ജനപിന്തുണ ഏറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് വേക്കൻ്റായിട്ട് കിടന്നാൽ ഇവരെ കൂടി തങ്ങളോടൊപ്പം കൂട്ടിയാൽ അത് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നറിയാം. പിന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള MLA-മാർക്ക് അങ്ങനെ ചേരാനും കഴിയില്ല എന്നറിയാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം ഇത്തരത്തിലുള്ള ഒരു പാർട്ടി അവിടെ നിന്നോട്ടെ, അവരൊരു സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടുകളുമായിട്ട് നിന്നോട്ടെ, ഞങ്ങൾക്കൊരു ശല്യം ഉണ്ടാക്കാതെ നിന്നോട്ടെ, അപ്പം ഞങ്ങൾക്ക് ഒരു 15-20 കൊല്ലം ഭരിക്കാം എന്നുള്ളതാണ് BJP
BJPയുടെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ എത്രത്തോളം നടക്കുമെന്നറിയില്ല. കാരണം മമതാ ബാനർജി പറയുന്നത് അവർ പുതിയ പാർട്ടി ഉണ്ടാക്കും, അവർ ഫൈറ്റിന് ഇറങ്ങും എന്നുള്ളതാണ്. കൂടാതെ വലിയ തോതിൽ ഒരു 30% വരുന്ന മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നുള്ള ആളുകൾ വീണ്ടും മമതാ ബാനർജിയിലേക്ക് തിരിച്ചെത്തുമോ, അതോ അവിടെ ഹുമയൂൺ കബീറിനെ പോലെയുള്ള, അസദുദ്ദീൻ ഒവൈസിയെ പോലെയുള്ള ആളുകൾ വിശ്വസിച്ച് നിൽക്കുമോ എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യമാണ്. കുറേ കൂടി കലങ്ങി തെളിയാനുണ്ട് ബംഗാൾ രാഷ്ട്രീയം എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇത് ബംഗാളിൽ മമതയെയും മമതയില്ലാത്ത ഒരു തൃണമൂൽ കോൺഗ്രസിനെ സൃഷ്ടിക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്ത് ഉണ്ടാക്കുക എന്നുള്ളതും BJPയുടെ അധികാരം ഏറ്റെടുക്കുന്നതിനും 6 മാസവും 1 കൊല്ലം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന വളരെ കൃത്യമായിട്ടുള്ള പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് അവർക്കിത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയതും ഓരോരുത്തരുടെ പേരിലുള്ള കേസുകൾ എടുക്കാനും അവരെ ചർച്ചയ്ക്ക് വിളിക്കാനും ഇതൊന്നും അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറയാനും കഴിഞ്ഞത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അഭിഷേക് ബാനർജിക്കെതിരെ ED അന്വേഷണം തുടങ്ങിയിട്ടുള്ളതുമെല്ലാം. എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാൻഡായി സജ്ജമായിരുന്നു, അത് എക്സിക്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം.